വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ 171, 72, 73 പേജിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി, ദ ബോട്ടം റോ ഓഫ് എ 5-story number tower like the 3-story and 4-story towers we have discussed is shown below. എന്താണ്, താഴെ ഒരു ടവർ തന്നിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ബിഫോർ ആക്ച്വലി റൈറ്റിംഗ് ഡൗൺ ദ ഓർഡർ നമ്പേഴ്സ് സി ഇഫ് യു ക്യാൻ ഗസ് ഹൗ മെനി ടൈംസ് 10 is the topmost number. Check whether your guess is correct by filling in the other number എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദ ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് എത്രയാണ്, 16 ടൈംസ് ദ മിഡിൽ നമ്പർ 10 ഇൻ ദ ബോട്ടം റോ ആയിരിക്കും. അതായത് നമ്മൾ എന്താണ് 6 + 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടണേ, 14 ആണ് കിട്ടുക. അടുത്തതോ 8 + 10 18 അല്ലേ. അടുത്തത് 10 + 12 10 + 12 എത്രയാണ്, 22. അടുത്തത് 12 + 14 26 അല്ലേ. അടുത്തത് 14 + 18 ആണ് ചെയ്യേണ്ടത്. 14 + 18 ചെയ്യുമ്പോൾ 32. അടുത്തത് 22 + 26 അല്ലേ. 18 + 22 18 + 22 അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 40. ഇനി 22 + 26 അപ്പോൾ 48. പിന്നെ 32 + 40 ഇത് രണ്ടും പ്ലസ് ചെയ്യുക, അപ്പോൾ നമുക്ക് 72. അടുത്തത് എന്തായിരിക്കും, 40 + 48 എത്രയാണ്, 88. അടുത്തത് എത്രയാണ്, 72 + 88 അതായത് 160 ആയിരിക്കും കിട്ടുക. അതായത് ദ ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് 16 ടൈംസ് ദ മിഡിൽ നമ്പർ ഓഫ് 10 ഇൻ ദ ബോട്ടം റോ അല്ലേ. മിഡിൽ നമ്പർ 10 ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ 16 ടൈംസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ടോപ്പ് മോസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. Second question, explain using algebra that if we started any 5 numbers equally apart and make a 5-story tower like this, then the topmost number is fixed multiply of the middle number. ഇതുപോലെ ഉണ്ടാക്കാനാണ് നമ്മളോട് പറയുന്നത്. മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, മിഡിൽ നമ്പർ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ മിഡിൽ നമ്പറിനെ എന്തായിട്ട് എടുത്തു, എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ഈ ടവർ പോലെ ഉണ്ടാക്കാനാണ് പറഞ്ഞതാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ഈ ടവറിൽ എങ്ങനെയാണ്, മിഡിൽ നമ്പർ 10 ആണ്. 10നേക്കാൾ എന്താണ് 2 കുറവാണ് എന്തെന്ന് പറയണത്, 8 എന്ന് പറയുന്നത് അല്ലേ. 10 - 2 ആണ് എന്തെന്ന് പറയണത്, 8 എന്ന് പറയുന്നത്. 8 - 2 ആണ് എന്തെന്ന് പറയുന്നത്, 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പം മിഡിൽ നമ്പർ എക്സ് ആയിട്ട് എടുത്താൽ അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ എന്തായിരിക്കും, x - 2 ആയിരിക്കും അല്ലേ. ഇതിൽ നിന്ന് 2 മൈനസ് ചെയ്യണം. അടുത്തതോ ഇതിന് പിന്നെ രണ്ടാകുമ്പോൾ എക്സിൽ നിന്ന് 4 മൈനസ് ചെയ്യണമായിരിക്കും. അപ്പോൾ x - 4 അല്ലേ. അതായത് മുകളിലത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, 10ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത്, 6 എന്ന് പറയുന്നത്. ഇതുപോലെ അപ്പം 10നെ x ആയിട്ട് എടുത്താൽ ഇതെന്താണ്, x - 2 ആയിരിക്കും. ഇതെന്തായിരിക്കും, x - 4 ആയിരിക്കും അല്ലേ. 10 - 4 ആയിരിക്കും 6 എന്ന് പറയുന്നത് അല്ലേ. എന്ന പോലെ ഇവിടെ എന്താണ്, എക്സ് മിഡിൽ നമ്പർ ആയിട്ട് എടുത്താൽ x - 2 x - 4 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ മുമ്പോട്ടേക്കുള്ള നമ്പേഴ്സ് എത്രയ്ക്കാണ്, മൊത്തം 5 എണ്ണം ഉണ്ടാക്കാനാണ് പറയുന്നത്. x + 2ഉം x + 4. അപ്പോൾ ഈ നമ്പേഴ്സിൽ നമ്മൾ എങ്ങനെ എഴുതും, നെക്സ്റ്റ് റോ എങ്ങനെയായിരിക്കും, നെക്സ്റ്റ് റോ എന്താണ്, x - 2 പ്ലസ് എന്തായിരിക്കും, x - 4 അല്ലേ. x - 2ഉം x - 4ഉം ആയിരിക്കും അല്ലേ. അതായത് = 2x - x 2x മൈനസും മൈനസും പ്ലസ്, അപ്പോൾ 2 + 4 6 2x - 6. അപ്പം ഈ രണ്ട് നമ്പറുകളും കൂടി ചെയ്യുമ്പോൾ നമുക്ക് എവിടെ എന്താ കിട്ടുന്നത്, 2x - 6 ആയിരിക്കും കിട്ടുക. അടുത്ത നമ്പർ എന്തായിരിക്കും, x - 2ഉം പിന്നെ ആരായിരിക്കും, പ്ലസ് എക്സും ആണ് അല്ലേ. x - 2ഉം പ്ലസ് എക്സും. അടുത്തത് x - 2 പ്ലസ് എന്താണ്, എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്ര ഇടണേ, 2x - 2 അല്ലേ. അപ്പോൾ അടുത്തതിൽ 2x - 2 ആയിരിക്കും. ഇനി അടുത്തതിൽ എന്തായിരിക്കും തന്നെ, എക്സും x + 2 ആയിരിക്കും അല്ലേ. എക്സും x + 2. അപ്പോൾ എക്സും x + x + 2 അല്ലേ. x + x + 2. അപ്പോൾ അത്ര ഇടണേ, 2x + 2 ആണ് കിട്ടുക. അടുത്തതോ, അടുത്തതിൽ എന്തായിരിക്കും,
2x അടുത്തതിൽ എന്താണ്? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 2x പ്ലസ് 2 ആണ് കിട്ടുക. അടുത്ത നമ്പർ ഇനി ഏതാണ്? x പ്ലസ് 2ഉം x പ്ലസ് 4ഉം ആണ്. ഇനി x പ്ലസ് 2ഉം x പ്ലസ് x പ്ലസ് എന്താണ്? 4ഉം ആണ്. x പ്ലസ് 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x പ്ലസ് 4 പ്ലസ് 2 6. അപ്പോൾ 2x പ്ലസ് എന്താണ്? 6. അപ്പം അടുത്ത റോ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അടുത്ത റോ എന്ന് പറയുന്നത് 2x മൈനസ് 6ഉം പിന്നെന്താണ് നമ്മളിവിടെ എഴുതിയുണ്ട് 2x മൈനസ് 6ഉം 2x മൈനസ് 2ഉം 2x പ്ലസ് 2ഉം അടുത്തത് എന്താണ്? 2x പ്ലസ് 6ഉം ആയിരിക്കും. അതിൻ്റെ നെക്സ്റ്റ് റോ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ നെക്സ്റ്റ് റോ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ നെക്സ്റ്റ് റോ ഇത് തമ്മിലായിരിക്കും അല്ലേ? 2x മൈനസ് 6 പ്ലസ് എന്താണ്? 2x മൈനസ് 2, അതായത് 4x മൈനസ് എന്താണ്? 8 അല്ലേ? ഇപ്പോൾ ഇവിടെ എന്താ കിട്ടണം? 4x മൈനസ് 8, 4x മൈനസ് 8. അടുത്തത് ഇതും തമ്മിലായിരിക്കും അല്ലേ? 2x മൈനസ് 2 പ്ലസ് എന്താണ്? 2x പ്ലസ് 2 ഇത് തമ്മിലായിരിക്കും 2x പ്ലസ് 2. അപ്പോൾ നമുക്ക് എന്താ കിട്ടണേ? 2xും 4x മൈനസ് 2ഉം പ്ലസ് 2ഉം ക്യാൻസൽ ആയിപ്പോയി അല്ലേ? 2 മൈനസ് 2 0 എന്ന് കിട്ടും. അപ്പോൾ 4x. അപ്പോൾ നമുക്ക് അടുത്തത് എത്ര കിട്ടണത്? 4x. അടുത്ത റോയിൽ 4x ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 4x ആണ്. അടുത്ത റോയിൽ 2x. അടുത്ത ഏതൊക്കെ നമ്പേഴ്സാണ്? ഇത് രണ്ടും ആയിരിക്കും. 2x പ്ലസ് 2ഉം 2x പ്ലസ് 6ഉം ആയിരിക്കും അല്ലേ? 2x പ്ലസ് 2ഉം പ്ലസ് എന്താണ്? 2x പ്ലസ് 6ഉം ആയിരിക്കും. അപ്പം നമുക്ക് എത്ര കിട്ടണത്? 2xും 4x 6 പ്ലസ് 2 8. അപ്പോൾ 4x പ്ലസ് എന്താണ്? 8, 4x പ്ലസ് 8 എന്നാണ് കിട്ടുക. അപ്പം നെക്സ്റ്റ് റോ തേർഡ് റോ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് റോ എന്ന് പറയുന്നത് 4x മൈനസ് 8, 4x പ്ലസ് 8. അടുത്ത റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനി ഇതിനെ വീണ്ടും റോ ചെയ്യണം. ഇത് ഏതൊക്കെയാണ്? ഈ രണ്ട് നമ്പേഴ്സിൽ. അപ്പോൾ 4x മൈനസ് 8 പ്ലസ് 4x എന്ന് പറയുന്നത് എത്രയാണ്? 8x അല്ലേ? 4x 8x. അപ്പം 4x പിന്നെ മൈനസ് 8. അപ്പം 8x മൈനസ് എന്താണ്? 8 എന്ന് പറയുന്നതായിരിക്കും. 8x മൈനസ് 8 ആയിരിക്കും അടുത്തത്. 4xും 4x പ്ലസും അല്ലേ? 4x പ്ലസ് 8ഉം 4x പ്ലസ് 4x പ്ലസ് 8. അതെന്ന് പറയുന്നത് എത്രയാണ്? 4xും 8x പ്ലസ് 8. അപ്പോൾ അടുത്തത് വരുന്നത് 8x പ്ലസ് 8 എന്നാണ് വരുന്നത്. ഇനി ഈ രണ്ട് റോയ്കളുള്ളൂ അല്ലേ? 8x മൈനസ് 8 പ്ലസ് എന്താണ്? 8x പ്ലസ് 8. 8x പ്ലസ് 8 ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 8xും 8x പ്ലസ് 8x എത്രയാണ്? 16x. മറ്റേ പ്ലസ് 8ഉം മൈനസ് 8ഉം എന്താണ്? ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ മുകളിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 16x. ഇത്രയാണ് കിട്ടണത്. അതായത് നമ്മുടെ മിഡിൽ നമ്പറിനേക്കാൾ എക്സിനേക്കാളും 16 ടൈംസ് മിഡിൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ആയിട്ടാണ് എഴുതുക. അതിനേക്കാളും ദ നമ്പർ ഈസ് 16 ടൈംസ് ദ മിഡിൽ നമ്പർ ഇൻ ദ ബോട്ടം റോ. നമ്മൾ മുമ്പ് പറഞ്ഞ 10ൻ്റെ അതേ കേസ് തന്നെ. 10 ആയിരുന്നു ഏറ്റവും മിഡിലുള്ള നമ്പർ. അത് ടോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും 168, അതായത് 16 ടൈംസ് ആയി അല്ലേ? അതായത് 16 ടൈംസ് ദ മിഡിൽ നമ്പർ ഇൻ ദ ബോട്ടം റോ. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ടവറാക്കി എഴുതി കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് ഒരു ടവറായിട്ട് എഴുതി കാണിക്കാം. അപ്പോൾ ഇതിനൊരു ടവർ പോലെ നമ്മൾ ചെയ്യുമ്പോൾ മിഡിൽ നമ്പറിന് എക്സ് ആയിട്ട് എടുത്തു. x മൈനസ് 2, x മൈനസ് 4, x പ്ലസ് 2, x പ്ലസ് 4. ഇനി x മൈനസ് 4ഉം x മൈനസ് 2ഉം പ്ലസ് ചെയ്യുമ്പോൾ 2x മൈനസ് 6 കിട്ടും. x മൈനസ് 2ഉം എക്സും ചെയ്യുമ്പോൾ 2x മൈനസ് 2 കിട്ടും.
എക്സും എക്സ് പ്ലസ് ടുവും പ്ലസ് ചെയ്യുമ്പോൾ 2x പ്ലസ് 2 കിട്ടും. എക്സ് പ്ലസ് ടുവും എക്സ് പ്ലസ് 4 ചെയ്യുമ്പോൾ 2x പ്ലസ് 6 കിട്ടും. ഇനി 2x മൈനസ് 6ഉം 2x മൈനസ് 2ഉം പ്ലസ് ചെയ്യുമ്പോൾ 4x മൈനസ് 8 കിട്ടും. 2x മൈനസ് 2ഉം 2x പ്ലസ് 2ഉം ചെയ്യുമ്പോൾ 4x കിട്ടും. 2x പ്ലസ് 2ഉം 2x പ്ലസ് 6ഉം ചെയ്യുമ്പോൾ 4x പ്ലസ് 8 കിട്ടും. ഇനി 4x മൈനസ് 8ഉം 4xും ചെയ്യുമ്പോൾ 8x മൈനസ് 8 കിട്ടും. 4x പ്ലസ് 8 കഴിയുമ്പോൾ 8x പ്ലസ് 8 കിട്ടും. ഇനി 8xും മൈനസ് 8ഉം 8x പ്ലസ് 8ഉം പ്ലസ് ചെയ്യുമ്പോൾ 16x കിട്ടും. അതായത് മിഡിൽ നമ്പർ 6x ആയിരുന്നെങ്കിൽ, അതായത് ഈ 16x എന്ന് പറയുന്നത് 16 ടൈംസ് എന്താണ്, ദ മിഡിൽ നമ്പർ ഇൻ ദ ബോട്ടം റോ അല്ലേ. 16 ടൈംസ് ദ മിഡിൽ നമ്പർ ഇൻ ദ ബോട്ടം റോ, താഴെയുള്ള മിഡിൽ നമ്പറിനേക്കാൾ, അതായത് ഈ കിടക്കുന്ന നമ്പറിനേക്കാൾ 16 ടൈംസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. ദ നമ്പർ 16 ടൈംസ് ദ മിഡിൽ നമ്പർ ഇൻ ദ ബോട്ടം റോ. അപ്പോൾ ഇതാണ് പിരമിഡ് വരിക അല്ലെങ്കിൽ ടവർ വരിക, ഇങ്ങനെയായിരിക്കും. നോക്കൂ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഈസ് ദെയർ എനി മെത്തേഡ് ടു ഡിറ്റർമൈൻ ദിസ് വിത്തൗട്ട് റൈറ്റിംഗ് ഓൾ ദ നമ്പേഴ്സ്? ഈ എല്ലാ നമ്പറുകളും എഴുതാതെ വേറെ വല്ല മെത്തേഡും ഉണ്ടോ ഇത് കണ്ടുപിടിക്കാൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ചെയ്യാം. ആദ്യം താഴെയുള്ള നമ്പേഴ്സ് എഴുതണം. മിഡിൽ നമ്പറിന് എക്സ് എടുത്തു, തൊട്ട് മുമ്പുള്ളത് x മൈനസ് 2 x മൈനസ് 4, മറ്റത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ x പ്ലസ് 2 x പ്ലസ് 4 ഇങ്ങനെ എഴുതണം. അതിന് ശേഷം നിങ്ങൾ എന്ത് എഴുതണം, മുകളിൽ 4, അപ്പം 4 ഇൻറ്റു എന്താ എഴുതണം, രണ്ടാമത്തെ നമ്പർ x മൈനസ് 2, അടുത്തതിൽ 4 ഇൻറ്റു അടുത്ത നമ്പർ, അടുത്തത് 4 ഇൻറ്റു എക്സ് പ്ലസ് 2 അടുത്ത നമ്പർ. അങ്ങനെ ഈ 3 നമ്പറുകൾ എഴുതണം. 4 ഇൻറ്റു എക്സ് മൈനസ് 2 ഇത് എഴുതണം. 4 ഇൻറ്റു എക്സ് മൈനസ് 2, അടുത്തതിൽ 4 ഇൻറ്റു എക്സ്, അടുത്തതിൽ 4 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇത്ര എഴുതണം. ഇതിന് ശേഷം ലാസ്റ്റത്തെ കോളത്തിലേക്ക് പിന്നെ പോയാൽ മതി. 4 ഇൻറ്റു ഇതിൻ്റെ മിഡിൽ നമ്പർ എത്രയാണ്, 4 ഇൻറ്റു 4x അല്ലേ. അതായത് 4 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ഇൻറ്റു 4 16x എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് മെത്തേഡൊന്നും ഇല്ലാണ്ട് ഇത് കണ്ടുപിടിച്ചു. 4 ഇൻറ്റു 4 16x എന്ന്. വേണമെങ്കിൽ ഒരു നമ്പർ നിങ്ങൾക്ക് എക്സാമ്പിൾ പോലെ തരാം. നോക്കൂ, ആദ്യത്തെ നമ്പർ മിഡിൽ നമ്പർ 5 എടുത്തു. അപ്പോൾ 5ൽ നിന്ന് 2 മൈനസ് ചെയ്യണമല്ലേ ഇവിടെ. അപ്പോൾ 3 1 അല്ലേ. ഇങ്ങോട്ടേക്ക് എങ്ങനെ വരും, 7 9. അപ്പോൾ നമുക്ക് എന്താണ്, ഈ നമ്പേഴ്സ് വേണ്ട. ഇതിന് തൊട്ട് മുകളിലുള്ള നമ്പറുകൾ നമുക്ക് എഴുതാം. തൊട്ട് മുകളിലുള്ള നമ്പറുകൾ എഴുതുമ്പോൾ എങ്ങനെ വരും നോക്കിയേ. എന്ത് എഴുതണം, ഈ നമ്പർ വേണ്ട, ഈ സൈഡ് നമ്മൾ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 4 ഇൻറ്റു എത്രയാണ് എഴുതേണ്ടത്, 3 എഴുതേണ്ടത്. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12. അടുത്ത് എഴുതുമ്പോൾ 4 ഇൻറ്റു 5 എത്രയാണ്, 20. അടുത്തത് എഴുതുമ്പോൾ എന്താണ്, 4 ഇൻറ്റു 7 28. പിന്നെ അടുത്ത റോ എഴുതണ്ട, പിന്നെ ലാസ്റ്റ് റോയാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് 4 ഇൻറ്റു ഇവിടെ കിടക്കുന്ന എന്താണ് മിഡിൽ നമ്പർ 4 ഇൻറ്റു 5 അല്ലേ. 4 ഇൻറ്റു 5 അല്ലെങ്കിൽ 4 ഇൻറ്റു 5 കിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയത്, 20 അല്ലേ. അതായത് ഇവിടെ നിങ്ങൾക്ക് എത്ര കിട്ടും, 80. പെട്ടെന്ന് തന്നെ നമ്മൾ എത്തി. അതായത് മിഡിൽ നമ്പറിൻ്റെ കണ്ടില്ലേ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 4 ഇൻറ്റു ഈ മിഡിൽ നമ്പർ അങ്ങനെ തന്നെ എഴുതാം, 4 ഇൻറ്റു 5 അല്ലേ. അതായത് 16 ഇൻറ്റു 5 18 ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ക്ലിയർ ആയോ? രണ്ടാമത്തെ ദിവസം നോക്കൂ. വി ക്യാൻ മേക്ക് നമ്പർ ടവർ സ്റ്റാർട്ടിങ് വിത്ത് എനി സെറ്റ് ഓഫ് നമ്പേഴ്സ് നോട്ട് നെസസറി ഈക്വലിറ്റി അപ്പാർട്ട്. ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് ദിസ് ടവർ. ഈ ടവർ പോലെ നോക്കിയിട്ട് താഴെയുള്ള ചെയ്യാനാണ് പറയണേ. ഫിൽ ഇൻ ദ എംപ്റ്റി സെൽ ഓഫ് ദ ടവർ ബിലോ. താഴെ കൊടുത്തിട്ടുണ്ട് 10 2 പിന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പം 10 2 ഇവിടെ കണ്ടോ, 10 ഇവിടെ 1 പിന്നെ 9 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 10 ഇവിടെ അടുത്ത് 2. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും നമ്മൾ എഴുതേണ്ടത്, 8 എഴുതേണ്ടത് അല്ലേ. 8 എഴുതേണ്ടത് 9 അല്ലേ. ഇനി അടുത്തത് എന്താ ചെയ്യണത്, 10ഉം 2ഉം എത്രയാണ്, 12. ഇവിടെ 10ഉം 1ഉം കൂട്ടി അവിടെ 10ഉം 2ഉം പ്ലസ് ചെയ്തു. മനസ്സിലായി, 10ഉം 2ഉം പ്ലസ് ചെയ്തു. അടുത്തത് എന്താണ്, 8 2ഉം കൂട്ടി 10 ഇനി 10 8ഉം 18 ഇതൊക്കെ പ്ലസ് ചെയ്യുകയാണ് അല്ലേ. ഇനിയോ 12ഉം 10ഉം അല്ലേ, 22. അടുത്തത് 28. ടോട്ടൽ എത്ര, അവസാനം എത്ര കിട്ടി, 50 എന്ന് കിട്ടി. ഇനി അടുത്ത ടവർ നോക്കൂ.
തൊട്ട് താഴെ വേറൊരു ടവർ തന്നിട്ടുണ്ട്. ഇനി ടവർ ലൈക്ക് ദിസ് കീപ് ദ ടെൻസ് where the and change the second number of the bottom row to some number other than 1 or 2 and compute the other numbers is the topmost number still 50. topmost number ഇതുപോലെ തന്നെ വേറൊരു ടവർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിൽ എന്ത് തന്നെയായിരിക്കണം? എന്തായിരിക്കണം? 50 തന്നെയായിരിക്കണം. 10 നമുക്ക് നോക്കാം. 10 ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് ആദ്യം ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 10 തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്തത്? ഇവിടെ 1 ആയിരുന്നു, ഇവിടെ 2 ആയിരുന്നു. അപ്പോൾ അടുത്തതിൽ എത്രയാണ്? 3. അടുത്തതിൽ 3. അതുപോലെ ഇവിടെ 9 ആണ്, ഇവിടെ 8 ആണ്. അപ്പോൾ അടുത്ത നമ്പർ എത്രയായിരിക്കും? 7. ലാസ്റ്റ് നമ്പർ എന്ത് തന്നെയായിരിക്കണം? 10 തന്നെ, മറ്റേ റോയിൽ കാണും പോലെ തന്നെ. അപ്പോൾ 10 + 3 13, 7 + 3 10, 10 + 7 എന്ന് പറയുന്നത് 17. അടുത്തത് 13 + 10 എന്ന് പറയുന്നത് 23. പിന്നെ 10 + 17 എന്ന് പറയുന്നത് 27. ഇപ്പോൾ 27 23 ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്ത് തന്നെയാണ് കിട്ടണത്? 50 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ക്ലിയർ ആയോ മക്കളെ? അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ യൂസിങ് ആൽജിബ്ര. ഇത് ആൽജിബ്ര ഫോമിൽ നിങ്ങൾ എഴുതാനാണ് പറഞ്ഞത് ഓൾജിബ്രയിൽ. അപ്പോൾ ഓൾജിബ്ര പോലെ നമ്മൾ, അതായത് ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സും വൈയും സെഡ് ഇട്ടിട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മളെങ്ങനെയാണ് വരിക? ഇതുപോലെ നമ്മൾ റോ വരയ്ക്കുക. അപ്പോൾ ആദ്യത്തേൽ എന്താണ്? നമുക്ക് എക്സ് എന്ന് എടുക്കാം. രണ്ടാമത്തേൽ നമുക്ക് വൈ എന്ന് എടുക്കാം. ഇനി ആ 10ൻ്റെ നിന്ന് എന്താണ്? വൈ മൈനസ് ചെയ്യുന്നതായിരിക്കും അടുത്തത് അല്ലേ? 10ൽ നിന്ന് 3 മൈനസ് ചെയ്തപ്പോഴല്ലേ നമുക്ക് എഴുതി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? എക്സ് മൈനസ് വൈ അല്ലേ? 10ൽ നിന്നും ഇതിന് എക്സ്, ഇതിനെ വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 10 നിന്ന് 3 മൈനസ് ചെയ്തപ്പോൾ 7 കിട്ടി. ഇവിടെ എന്ത് തന്നെയായിരിക്കണം നമ്പർ? എക്സ് തന്നെ. 10 നമ്മൾ എക്സ് എന്നല്ലേ എടുത്തേ. അപ്പോൾ ഈ 2 നമ്പറുകൾ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? എക്സ് പ്ലസ് വൈ. ഈ 2 നമ്പറുകൾ കൂട്ടുമ്പോൾ എക്സ് പ്ലസ് വൈ. ഇനി ഇവിടെയോ എക്സും ഉണ്ട്, മൈനസ് വൈയും പ്ലസ് വൈയും എന്താണ്? ക്യാൻസലായി പോവും. മൈനസും പ്ലസും വന്നാൽ അത് ക്യാൻസലായി പോവും. പിന്നെ എന്തേ ഉള്ളൂ? എക്സ് മാത്രമുള്ളൂ. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എക്സ് മൈനസ് വൈയും എക്സും. അപ്പോൾ എത്ര? 2x മൈനസ് എന്താണ്? വൈ. അങ്ങനെ കിട്ടും. ഇനി ഈ 2 നമ്പറുകൾ ആഡ് ചെയ്യുക. എക്സ് പ്ലസ് വൈയും എക്സും കഴിയുമ്പോൾ 2x ഉണ്ട് പ്ലസ് വൈ അല്ലേ? അടുത്തതിൽ 2x മൈനസ് വൈ ആണ് അല്ലേ? അപ്പോൾ എക്സും 2x മൈനസ് വൈയും, 2x എക്സും 3x അല്ലേ? 3x മൈനസ് വൈ. അപ്പോൾ നമുക്ക് എന്താ കിട്ടണേ? 2x പ്ലസ് വൈ 3x മൈനസ് വൈ എന്നാണ് കിട്ടണത്. അപ്പോൾ 2x 3x എന്ന് പറഞ്ഞാൽ 3 2 5x. എന്താണ്? 5x പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസലായി, പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസലായി. അപ്പോൾ എന്താണ്? 5x. അങ്ങനെയാണ് ഓൾജിബ്രിക് ഫോമിൽ അത് എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് 4ാമത്തത് നോക്കൂ. ഫിൽ ഇൻ ദ എംപ്റ്റി സെൽ ഓഫ് ദിസ് ടവർ. ഇതിൻ്റെ എംപ്റ്റി ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് വൈ, അടുത്ത് എന്തായിരിക്കും? എക്സ് മൈനസ് വൈ എക്സ്. ഇപ്പം നമ്മൾ ചെയ്ത് തന്നെ അല്ലേ? എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് അടുത്തത് എന്താണ്? 2x മൈനസ് എന്താണ്? വൈ അല്ലേ? എക്സ് മൈനസ് വൈയും എക്സും. ഇപ്പം നമ്മൾ മുകളിൽ ചെയ്ത അതേ സാധനം തന്നെ അല്ലേ? എക്സ് മൈനസ് വൈയും എക്സും, 2x മൈനസ് വൈ. അടുത്തത് എക്സ് പ്ലസ് വൈയും എക്സും, 2x പ്ലസ് വൈ. അടുത്ത എക്സും 2x മൈനസ് വൈ. അപ്പം 3x മൈനസ് വൈ അല്ലേ? ഇനി അടുത്തത് 2x 3x 5x പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസലായിപ്പോയി. അപ്പോൾ ഈ ടവർ ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. The question നോക്കൂ. Write the numbers 1 to 100 in rows and columns as in the first picture below. Then draw some 9 cells, squares and is in the second picture. Mark the middle number of each such square also. ഇവിടെ 1 മുതൽ 100 വരെ തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നിനെ ഓരോ സ്ക്വയർ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. മൊത്തം റോയിലും കോളത്തിലും 3 എണ്ണം തന്നെ വീതം ആക്കിയിട്ടുണ്ട്. അങ്ങനെ 3 തന്നിട്ടുണ്ട് അല്ലേ? ഫൈൻഡ് ദ ഫോളോയിങ് ഫോർ ഈച്ച് ഓഫ് ദ സ്ക്വയർ. ഈ ഓരോ സ്ക്വയർ നോക്കിയിട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ റോ ഇതെടുക്കുക, സ്ക്വയർ എടുക്കുക. ഈ റോയിൽ മിഡിൽ നമ്പർ നമുക്ക് 14 ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ
ഏതാ പറഞ്ഞിരിക്കുന്നത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അതായത് ലെഫ്റ്റിലെയും റൈറ്റിലെയും നമ്പേഴ്സ്, അതായത് 13ഉം 15ഉം 13ഉം 15ഉം കൂട്ടുമ്പോൾ കിട്ടുന്നത് 13 + 15 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 28 അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് മിഡിൽ നമ്പറിൻ്റെ എന്തായിരിക്കും? മിഡിൽ നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കും. ടോയ്സ് എന്നാണ് പറയുന്നത്. അത് മിഡിൽ നമ്പർ എത്രയാണ്? 14 അല്ലേ? 14ൻ്റെ ടോയ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 + 14, അതായത് 14 × 2 അല്ലേ? 28 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ നമ്പേഴ്സിൻ്റെയൊക്കെ 63 കിട്ടും. 64ഉം 62ഉം കൂട്ടുമ്പോൾ കിട്ടുന്നതിൻ്റെ, അതായത് 63ൻ്റെ ഇരട്ടിയായിരിക്കും എന്ന് പറയുന്നത് 62ഉം 64ഉം കൂട്ടുമ്പോൾ കിട്ടുന്നത്. അപ്പം നിങ്ങൾ അവിടെ എന്താ റിലേഷൻ എഴുതേണ്ടത് കാര്യം മനസ്സിലായില്ല. അപ്പോൾ എഴുതേണ്ടത് എന്താണ്? ദ സം ഓഫ് ദ നമ്പേഴ്സ് ആൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടോയ്സ് ദ മിഡിൽ നമ്പർ. എന്താണ് ഇവിടെ ഇതെന്താ? റിലേഷൻ ബിറ്റ്വീൻ, ഇതിനടുത്ത് എഴുതണം, മിഡിൽ നമ്പർ ആൻഡ് സം ഓഫ് ദ നമ്പർ ഓൺ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. എന്താണ്? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈസ് എന്താണ്? ഈസ് ടോയ്സ് ദ മിഡിൽ നമ്പർ. ടോയ്സ് ദ മിഡിൽ നമ്പർ. മിഡിൽ നമ്പറിൻ്റെ എന്താണ്? ഇരട്ടിയായിരിക്കും അല്ലേ മിഡിൽ നമ്പർ. അപ്പോൾ എക്സാമ്പിൾ എങ്ങനെയാണ്? എക്സാമ്പിൾ എന്ന് പറയുന്നത് മിഡിൽ നമ്പർ ആദ്യത്തേൽ ഏതാണ്? 14 മിഡിൽ നമ്പർ എന്ന് പറയുന്നത് 14. അത് ലെഫ്റ്റിലെയും റൈറ്റിലെയും നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ, ലെഫ്റ്റിലെ നമ്പർ 13ഉം 15ഉം അല്ലേ? അതായത് 13ഉം 15ഉം കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 28. അപ്പോൾ മിഡിൽ നമ്പർ 14. 14ൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്യുമ്പോൾ, അതായത് 14ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. ക്ലിയർ ആയോ? ഇതേപോലെ തന്നെയാണ് എല്ലാ സ്ക്വയറിൻ്റെയും വരുന്നത്. മനസ്സിലായോ? 65 + 64 ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? 63യുടെ എന്തായിരിക്കും? ടോയ്സ് ആയിരിക്കും. ഇനി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് ദ സം ഓഫ് ദ നമ്പർ ഓൺ ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം. ടോപ്പും ബോട്ടം നോക്കി, 24ഉം 4ഉം ആണ്. അതായത് 24ഉം + 4ഉം എത്രയാണ്? 28. അതെന്ന് പറയുന്നത് എന്താണ്? മിഡിൽ നമ്പർ എത്രയാണ്? 14. അതിൻ്റെ ടോയ്സ് ആണ് 28. അപ്പോൾ അതും എന്ത് തന്നെയാണ്? ഈസ് ടോയ്സ് ദ എന്താണ്? ടോയ്സ് ദ മിഡിൽ നമ്പർ. മിഡിൽ നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കും. ടോയ്സ് ദ മിഡിൽ നമ്പർ. ഇനി മൂന്നാമത്തെ, ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് സം ഓഫ് ദ പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ഡയഗണലി ഓൺ ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം. ഇതെല്ലാം എല്ലാ സ്ക്വയറിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്തത് പറഞ്ഞിരിക്കുന്നത് കോർണേഴ്സ്. കോർണേഴ്സിലെ 2 നമ്പറുകൾ, അതായത് 25ഉം 3ഉം പ്ലസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 28 അല്ലേ? അത് എന്തായിരിക്കും? 42ൻ്റെ ടോയ്സ് ആയിരിക്കും. ഇതേ തന്നെ 52ഉം 74ഉം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 63യുടെ ടോയ്സ് ആയിരിക്കും. 67ഉം 89ഉം പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? 78ൻ്റെ എന്തായിരിക്കും? ടോയ്സ് ആയിരിക്കും. അപ്പോൾ അതും എന്ത് തന്നെയാണ്? കോർണേഴ്സും എന്ത് തന്നെയായിരിക്കും? ഓപ്പോസിറ്റ് കോർണേഴ്സും ഈസ് എന്താണ്? ടോയ്സ് ദ കോർണേഴ്സ് ഈസ് ടോയ്സ് ദ മിഡിൽ നമ്പർ. ഫോർത്ത്, ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് സം ഓഫ് ദ ഓൾ ദ നമ്പേഴ്സ് ഇൻ സ്ക്വയർ. ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് സം ഓഫ് ദ സ്ക്വയർ എന്തായിരിക്കും? എല്ലാത്തിലും റിലേഷൻ ദ സം ഓഫ് ദ ഓൾ നമ്പേഴ്സ് ഇസ് 9 ടൈംസ് ദ മിഡിൽ നമ്പർ. ഇതെല്ലാത്തിൻ്റെയും നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇൻ ഈച്ച് സ്ക്വയർ ദ സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഇസ് 9 ടൈംസ് ദ മിഡിൽ നമ്പർ. അടുത്തത് ഓൾജിബ്രിക്കയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കോളം വരച്ചിട്ട് എന്താണ്? മിഡിൽ നമ്പറിന് മൊത്തം എന്താണ്? 3 എണ്ണാണുള്ളൂ, മൊത്തം 9 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ മിഡിൽ നമ്പറിനെ നിങ്ങൾ എന്തായിട്ട് എടുക്കണം? X ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ മുകളിലുള്ളത് X - 10 ആയിരിക്കും, താഴെയുള്ളത് X + 10 ആയിരിക്കും അല്ലേ? ഇവിടെ ഉള്ളത് X + 1, ഇത് X - 1. അപ്പോൾ ഇത് X + 9, 9ാമത്തെ കോളല്ലേ? X + 10, X + 11, ഇതെന്തായിരിക്കും? X - 11, X - 9. നെക്സ്റ്റ് തന്നിരിക്കുന്നത് കലണ്ടർ മാത്താണ്. ഓൺ ദ കലണ്ടർ ഓഫ് എനി മന്ത് ഡ്രോ 4 സെൽ സ്ക്വയേഴ്സ് അറ്റ് വേരിയസ് പൊസിഷൻ.
പല പൊസിഷനിലായിട്ട് എന്താണ് 4 സെല്ലുകളുള്ള ഓരോ സ്ക്വയറുകൾ തന്നിട്ടുണ്ട് അല്ലേ, അങ്ങനെ 3 തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര വൈ ദ സം ഓഫ് ഫോർ ഓൾ നമ്പേഴ്സ് ഇൻ സച്ച് സ്ക്വയർ ഇസ് മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നമുക്ക് അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 സ്ക്വയേഴ്സും എടുത്ത് എഴുതണം. എന്നിട്ട് ഇത് ഓൾജിബ്ര രീതിയിൽ എഴുതണം. അതായത് ആദ്യത്തെ നമ്പറിനെ നമുക്ക് എങ്ങനെയാക്കാം, എക്സ് എന്ന് എടുക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എത്രയാണ്, x+1 അല്ലേ. 3നോട് 1 കൂട്ടുന്നതാണ് അല്ലേ. അടുത്തത് എന്തായിരിക്കും, ഈ അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ 10 കിട്ടണമെങ്കിൽ എക്സിന്, അതായത് 3നോട് എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക, 7 കൂട്ടിയാലാണ്. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും, x+7 ആയിരിക്കും. അപ്പോൾ അടുത്തത് എത്രയാണ്, x+8 ആയിരിക്കും അല്ലേ. അതായത് നമുക്കിതിനെ എങ്ങനെ എഴുതാം, x+1 + x+7 + x+8 = എങ്ങനെ, എത്ര എക്സ് ഉണ്ട്, 1 2 3 4, 4x പ്ലസ് പിന്നെ 7 1 8, 8 8 അല്ലേ, 7 1 8, 8 8 16. അപ്പം നമുക്കിത് 4 ഇൻറ്റു എന്താണ്, x+4 എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. 4 × 4 എന്ന് പറഞ്ഞാൽ 16 തന്നെയാണ്. അതായത് നമുക്കിത് എന്താ പറയുക, ദ സം ഓഫ് ഓൾ 4 numbers is multiple of 4 അല്ലേ. ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര ദ റിലേഷൻ ബിറ്റ്വീൻ ദി സം ആൻഡ് സ്മോളസ്റ്റ് നമ്പർ ഇൻ ദ സ്ക്വയർ. നോക്കൂ, ദ സം 4x + 16 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ. ദ സം 4x + 16 അല്ലേ, 4x + 16 എന്നാണ് നമുക്ക് ഈസ് എന്താണ്, 16 ആഡഡ് ടു 4 ടൈംസ് ദ സ്മോളസ്റ്റ് number x in the square. Smallest number x in the square. 16 ആഡ് ചെയ്താൽ മതി അല്ലേ, 4 ടൈംസ് ദ സ്മോളസ്റ്റ് നമ്പർ. അതായത് ഇതിൻ്റെ സ്മോളസ്റ്റ് നമ്പർ, ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത്. നോക്കി, ഈ തന്നിരിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പറാണ് ഇത് 3 എന്ന് പറയുന്നത്. ഇതിലേതാണ് ഇതെന്ന് പറയുന്നത് 13 എന്ന് പറയുന്നത്. ഇതിലെ സ്മോളസ്റ്റ് നമ്പറാണ് 23 എന്ന് പറയുന്നത്. അപ്പോൾ 23 അല്ലെങ്കിൽ ഇപ്പം എന്താണ് 3 എന്ന് പറയണേ, എന്താണ് നമ്മൾ എന്ത് ചെയ്താൽ മതി, 4 ഇൻറ്റു എന്താണ് 3 അല്ലേ, അതിനോട് +16 ചെയ്താൽ മതി. ദ സം ഓഫ് ഓൾ 4 numbers is multiple of the sum 4x + 16 is the 16 added to 4 times the smallest number x is the x in the square. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലത് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.